ഹലോ, ഇന്നെൻ്റെ ഒരു തട്ടിക്കൂട്ട് ലഞ്ചാണ് കാണാൻ പോകുന്നത്. ബിക്കോസ് ഇന്ന് മൺഡേ ആണ്. മൺഡേ ആകുമ്പം അറിയാലോ, ഭയങ്കര ടയേർഡാണ്. സ്കൂളിലാണെങ്കിലും ശരി, ഇപ്പോൾ ഉള്ള വർക്ക് ചെയ്യുന്ന നമ്മുടെ ഷോപ്പിലേക്കാണെങ്കിലും ശരി, സെയിം ഫീലിംഗ് ആണ്. മൺഡേ എഴുന്നേറ്റ് പോകാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഉള്ള വെജിറ്റബിൾസൊക്കെ കൊണ്ടിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ട് ചെയ്യുന്ന എല്ലാവർക്കുമായി ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എൻ്റെ കയ്യിൽ ഇന്ന് വെണ്ടയ്ക്കയും കുറേ കായുമാണ് ഉണ്ടായിരുന്നത്. കായം നമ്മൾ ഉപേക്ഷിച്ചു. നമ്മൾ വെണ്ടയ്ക്കയിലാണ് പിടിച്ചത്. അപ്പോൾ നമ്മുടെ കുക്കത്ത് കോമളിയിൽ പൂജയുടെ ചൈൽഡ്ഹുட் மெமரி ஷேர் பண்ணும்போது அவங்க ஒரு டிஷ் பண்ணாங்க. அதில் സൈഡ് ഡിഷ് இந்த പൊരിയൽ பண்ணாங்க. തമിഴ് അത്ര വേണ്ട. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, എനിക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഞാനും അതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കിയതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വെണ്ടയ്ക്ക് വെറ എന്ന് വരയ്ക്കാൻ പോകുന്നത്. അതിൽ കണ്ട് എന്തൊക്കെയോ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഓക്കെ, അതൊക്കെ ഞാൻ ഒരു വിധത്തിൽ ചേർത്ത് ഞാൻ പൊത്തി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഇത് മാത്രമായിട്ട് എങ്ങനെ കഴിക്കുമെന്ന്. അങ്ങനെ അമ്മയുടെ കലവറയിൽ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ നെല്ലിക്കയാണ് എടുത്ത് ട്രൈ ചെയ്യാൻ പോയത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. എരിവ് വേണ്ടവർക്കൊക്കെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. ഇപ്പോൾ എനിക്ക് അമ്മ കാരയ്ക്ക്, നെല്ലിക്ക, മാങ്ങ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും പെറുക്കി കൂട്ടി വെച്ച് ഇതെല്ലാം ഉപ്പിലിട്ട് വെച്ചതുകൊണ്ട് അത് ഭയങ്കര ഉപകാരപ്പെടുന്നത് ഈ മഴക്കാലത്താണ്. എനിവേ, ഞാൻ രാവിലെ ഇതുമായിട്ടുള്ളൊരു മൽപ്പിടുത്തത്തിലായിരുന്നു. ഇതിലേറ്റവും വലിയൊരു പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടിച്ചപ്പോൾ തന്നെ ഒരെണ്ണം തെറിച്ചു പോയി. അയ്യോ, പിന്നെ അവൻ്റെ വഴിക്ക് പോയി. ഞാൻ പിന്നെ ഇടിച്ച് ചതച്ച് അതിൽ കുറച്ച് ആ ഒരു ഉപ്പിൻ്റെ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. വേറെ കറിയൊന്നുമില്ലെങ്കിലും നമുക്കിതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ മഴക്കാലത്ത് ഇങ്ങനൊരു സേവിങ്സ് ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് ലഞ്ചിന് വേണ്ടി ഞാൻ എടുത്തത്. ഒരു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചത് അതങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വെളിച്ചെണ്ണ ടേസ്റ്റ് ഭയങ്കര രസമാണ്. ലാസ്റ്റ് ഈ പച്ച വെളിച്ചെണ്ണ. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചെണ്ണയും നമ്മുടെ ചൂട് ചോറിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മതി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി പൊത്തി മാറ്റി വെച്ചേക്കുന്ന ഫ്രൈസും കൂടെ ഉണ്ടാക്കിയേക്കാം. അപ്പം പിന്നെ ഫിനിഷ് ആവുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്തിനോ വിളിക്കുന്നുണ്ട്. എന്താമ്മാ? എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ പൊരിച്ചെടുക്കാം. ഇത് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ലഞ്ചിൻ്റെ പരിപാടി ഫിനിഷ്. അമ്മ വിളിച്ചത് അമ്പലത്തിൽ പോകണമെന്ന് പറയാനായിട്ടോ. ഇനി മടി പിടിച്ച് ഞാൻ അമ്പലത്തിലും കൂടെ പോകണമല്ലോ. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായ അമ്പലത്തിലും കൂടെ പോകാം. കുഴപ്പമൊന്നുമല്ല. ഒരു നല്ല ദിവസം തുടങ്ങല്ലേ. ഇന്നാണെങ്കിൽ ജൂൺ 1 കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ലഞ്ച് ബോക്സ് ഫിനിഷ് ആയിരിക്കുകയാണ്. നിങ്ങളിതുപോലത്തെ തട്ടിക്കൂട്ടി ലഞ്ച് ബോക്സൊക്കെ കൊണ്ടുവരുന്നവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് മീ ആൻഡ് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ഇതുപോലെ അലമ്പ് വീഡിയോസൊക്കെ കാണുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.